യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ ദൈവവചനത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന, വിശ്വാസത്തിലേക്ക് കടന്നു വന്ന അന്നുണ്ടായിരുന്ന അതേ തീഷ്ണത, അന്നുണ്ടായിരുന്ന അതേ ആത്മാർത്ഥത, അന്നത്തെ ആരാധനയിലുണ്ടായിരുന്ന അതേ ആത്മീയ ശക്തി ഇന്നും ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ മാത്രം ഒന്ന് കൈവക്കാമോ? എൻ്റെ ദൈവവചനത്തിൽ ഞാൻ വിളിച്ച് വേർതിരിച്ച് വന്ന അന്ന് എങ്ങനെയായിരുന്നു അതേ ആത്മാവ്, അതേ ശക്തി, അതേ കൃപ ഇന്നും ഉണ്ട് എന്ന് ഉറപ്പുള്ളവരൊന്ന് കൈവക്കുക. ഓക്കെ, കൈതാത്തിക്കോ. കുറച്ച് പേരുണ്ട്, കുറച്ച് പേർക്ക് ഒരു ധൈര്യമില്ല. അന്നത്തെ അത്രയും തീഷ്ണതയുണ്ടോ, അന്നത്തെ അത്രയും ആത്മാർത്ഥതയുണ്ടോ എന്ന കാര്യത്തിൽ സ്വയമേ ഒരു ചിന്താകുലം നമുക്കുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇതെല്ലാവർക്കും ഉണ്ടാകുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിലൊരു പ്രതിസന്ധി, ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നം ഞാനിങ്ങനെ അനുഭവിക്കുകയാണ്. അപ്പോൾ ഞാനത് പങ്കുവെക്കുന്ന ഒരാൾ, അതായത് ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടൊരു വ്യക്തി, എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവസാനം അദ്ദേഹം ഒരു നിരീശ്വരവാദിയും ഞാനൊരു വിശ്വാസിയുമാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അവസാനം ഞാൻ പറഞ്ഞു, ഓക്കെ, എന്തായാലും ഇങ്ങനെ സംഭവിച്ചു, ദൈവം എന്തോ എനിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എടുത്തു വൈകി പുള്ളി ഒരു ചിരി ചിരിച്ചു. കാരണം അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു കഥ എന്നോട് പറഞ്ഞു. കഥ വേറൊന്നുമില്ല, നിങ്ങൾക്ക് വിശ്വാസികൾക്ക് എപ്പോഴുമുള്ള ഒരു ആശ്വാസം പ്രത്യാശയാണ്. എന്ത് സംഭവിച്ചാലും, നന്മ സംഭവിച്ചാലും തിന്മ സംഭവിച്ചാലും, കഷ്ടത വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ ഭയങ്കര പ്രത്യാശയുള്ളവരാണ്. എന്നിട്ട് പുള്ളി പറഞ്ഞൊരു കാര്യം ഇതാണ്, അതായത് ഒരു കിളി, ആ കിളി ഏതെങ്കിലും ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ കിളി ഇരിക്കുന്നത് എന്തിനെ ധൈര്യപ്പെട്ടുകൊണ്ടാണ്? ആ മരക്കൊമ്പ് ധൈര്യത്തിലാണോ, അല്ലെങ്കിൽ ഈ മരക്കൊമ്പിൻ്റെ ബലത്തിലാണോ ഇരിക്കുന്നത്? ഈ മരക്കൊമ്പ് ഒരിക്കലും ഒടിയത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണോ ഇരിക്കുന്നത്? ഇനി ആരെങ്കിലും ഈ മരക്കൊമ്പ് വെട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ളൊരു പ്രതീക്ഷയിലല്ല യഥാർത്ഥത്തിൽ ആ കിളി ഇരിക്കുന്നത്. കിളിയുടെ പ്രത്യാശ എന്തിലാണ്? മരക്കൊമ്പിലാണോ? അല്ല, തൻ്റെ ചിറകിലാണ് കിളിയുടെ പ്രത്യാശ. കാരണം മരക്കൊമ്പ് ഒടിഞ്ഞു വീണാലും, കാറ്റ് വന്നാലും, കൊടുങ്കാറ്റ് വന്നാലും കിളിക്കൊരു ധൈര്യമുണ്ട്. എന്താണ്? തൻ്റെ ചിറക് കൊണ്ട് പറന്നുയരാമെന്നൊരു ധൈര്യം ആ കിളിക്കുണ്ട്. ആ കിളി എപ്പോഴും പ്രത്യാശിക്കുന്നതും ധൈര്യപ്പെടുന്നതും തൻ്റെ ചിറകിലാണ്. പക്ഷേ വിശ്വാസി എപ്പോഴും പ്രത്യാശിക്കുന്നത് ദൈവത്തിലാണ്. തൻ്റെ ചിറകിലോ തൻ്റെ കഴിവിലോ തൻ്റേതായ ഒന്നിലും അവൻ പ്രത്യാശ വയ്ക്കുന്നില്ല. അവൻ്റെ പ്രത്യാശ എവിടെയാണ്? ദൈവത്തിലാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒന്ന് പുച്ഛിച്ച് ഒരു ചിരിയും ചിരിച്ചു പോയി. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാൻ പോയില്ല, കാരണം അപ്പോൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് വേദനിക്കുമെന്ന് എനിക്കറിയാം. ദൈവത്തിന് അവസരം തരും, തിരിച്ച് കൃത്യമായി അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാനുള്ളൊരു അവസരം ദൈവം തരും. ഇന്ന് വരെ എനിക്കതൊരു ധൈര്യമുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ എന്നോട് ചിരിച്ച് സന്തോഷത്തോടെ ചോദ്യങ്ങൾ ചോദിച്ചവരോട് എപ്പോഴെങ്കിലും ദൈവാത്മാവിൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുക. അതിൽ നമുക്ക് പ്രത്യാശയാണ്. ഇപ്പോൾ വേണ്ട, സമയമുണ്ട്, നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഒരു സമയം വരും. എന്ന് വെച്ചാൽ അദ്ദേഹത്തോട് വൈരാഗ്യമോ തിരിച്ച് തരാടാ എന്നുള്ളൊരു സാധനമല്ല. ആ വ്യക്തിയെ പോലും വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു അവസരം ദൈവം നമുക്ക് എപ്പോഴെങ്കിലും വാതിൽ തുറന്ന് തരുമെന്നൊരു ചിന്ത എനിക്കുണ്ട്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു കാത്തലിക്സ് ആയിട്ടുള്ള കുറച്ച് പേര് ഇവിടെ കൂടുതലും കാത്തലിക്സ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, കുറച്ച് പേരുണ്ട്. കാത്തലിക്കിൻ്റെ ഒരു രീതി നമുക്കറിയാം, ആദ്യ കുർബാന സ്വീകരണം. ഞാൻ എൻ്റെ ആദ്യ കുർബാന സ്വീകരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് മഠത്തിലേക്ക് പോയി അവിടെ നിന്ന് ഒരുങ്ങി റെഡി ആയിട്ട് തിരിച്ചു വന്ന് പള്ളിയിൽ വന്നൊരു സംഭവം എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളൊരു സംഭവം. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ, അന്ന് ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു തീഷ്ണത, ഒരു ആങ്സൈറ്റി, ഒരു പ്രത്യാശ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതെല്ലാം ഇന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോൾ ഉള്ളവർ എത്ര പേരുണ്ട്? അതായത് അന്ന് ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ എന്തോ ഒരു വലിയ പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. എങ്ങനെയാണ്, എന്ത് സംഭവിക്കും, എങ്ങനെയായിരിക്കും? ആദ്യത്തെ ഒരാഴ്ച നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും. ഓരോ ദിവസവും കാലത്ത് രാവിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകും. ഒരു മാസം ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഒരു വർഷം കഴിയുമ്പോൾ ഇതൊക്കെ പോയി, പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, ഫാസ്റ്റിംഗ് എടുക്കലുണ്ടാവത്തില്ല, തോന്നി ഇതായിരിക്കും, സ്വീകരിച്ചു, കുമ്പസാരമൊക്കെ തോന്നി, എല്ലാം നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനോടുള്ള തീഷ്ണത നമുക്ക് കുറയും. അതിനോടുള്ള ഒരു എന്താ പറയുക, എല്ലാ രീതിയിലും നമ്മൾ പതിയെ തളർന്നു കൊടുക്കും. ആദ്യമായിട്ട് നമ്മളൊരു ഓഫീസിലേക്ക്, പുതിയൊരു സ്ഥാപനത്തിലേക്ക് വർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ചൂടും ചുരുക്കും?
നമ്മൾ വളരെ കേമനാണെന്നും ഞാൻ വലിയ എല്ലാ കാര്യങ്ങളും കൃത്യതയോട് ചെയ്യുന്നവനാണെന്നും ഒക്കെ ഉള്ള രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്, അല്ലേ? ഡെയിലി റിപ്പോർട്ട് നമ്മൾ നമ്മുടെ മേലുദ്യോഗസ്ഥന് സമർപ്പിക്കണം. ആദ്യത്തെ ജോലിയിൽ കയറുന്ന ദിവസം അവൻ്റെ ഡെയിലി റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ ആ മാനേജർ വിചാരിക്കും, ഓ ഇവൻ കൊള്ളാം, അടിപൊളി. അവിടെ നടന്ന ഓരോ ചെറിയ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടാവും. ഒരു മാസം കഴിയുമ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും? കാലത്ത് വന്നു, വൈകിട്ട് പോയി. ഇതായിരിക്കും ഡെയിലി റിപ്പോർട്ട്. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ ഡെയിലി റിപ്പോർട്ട് പോയിട്ട് പേപ്പറും പേനയും പോലും ഉണ്ടാവില്ല. വരുന്നു, ജോലി ചെയ്യുന്നു, പോകുന്നു. വ്യത്യാസം വരും. ആദ്യമായിട്ട് കാർ ഓടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? നമ്മൾ കയറി ഭവ്യതയോടെ ചെരുപ്പൊക്കെ ഊരിയിട്ട്, ഇത് പള്ളിയാണല്ലോ, ദേവാലയമാണല്ലോ എന്ന് വിചാരിച്ച് ചെരുപ്പൊക്കെ ഊരിയിട്ട് കയറി സ്റ്റിയറിംഗ് വന്ന് തൊട്ട് വന്നിച്ച് മറ്റേ സീറ്റ് ബെൽറ്റ് വലിച്ചിട്ട് ഇടം വലം നോക്കി, ഗ്ലാസ് ഓക്കെ ആണെന്ന് നോക്കി, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടായിരിക്കും കാർ ഓടിക്കുക, അല്ലേ? ഒരു വർഷം കഴിഞ്ഞിട്ടോ വരിക, തിരിക്കുക, പോവുക. പ്രത്യേകിച്ചൊരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധാലുവായിരിക്കും. പക്ഷേ സ്ഥിരമായി കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധ കുറയും, നമ്മുടെ ആത്മാർത്ഥത കുറയും, എല്ലാ കാര്യങ്ങളോടും നമ്മളുടെ തീഷ്ണതയും പൊതുവെ കുറഞ്ഞു വരാറാണ്. വിശ്വാസ കാര്യത്തിലും ഇത് തന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത്? ആണോ അല്ലേ? ഒന്ന് സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിലും നമ്മൾ ആദ്യം ദൈവത്തെ അറിഞ്ഞു, ദൈവവചനത്തെ അറിഞ്ഞു. അന്നുണ്ടായിരുന്നൊരു തീഷ്ണതയോ ആത്മാർത്ഥതയോ ആരാധനയോ പ്രാർത്ഥനയോ ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു മനസാക്ഷിയോട് എന്താ പറയുക, കൃത്യമായി നമ്മൾ മനസാക്ഷിയോട് നീതി പുലർത്തിക്കൊണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ആദ്യ തീഷ്ണത ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. എഫേസ്യർക്ക് എഴുതിയ ആ സഭയോട് വെളിപാട് പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, നിന്നെക്കുറിച്ച് എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അഭിമാനിക്കാൻ, സഹനത, ക്രിസ്തുവിനെ കുറിച്ചുള്ള വേദനകളിൽ ദുഃഖങ്ങളിൽ സഹിഷ്ണുത നിങ്ങൾ കാണിച്ചു. ഇങ്ങനെയൊക്കെ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായി എനിക്ക് പറയാൻ പറ്റുമെങ്കിലും എനിക്കൊരു പരാതി നിങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. ആദ്യ സ്നേഹം നിങ്ങളിലിപ്പോൾ ഇല്ല. കർത്താവ് എഫേസ്യ സഭയോട് പറയുകയാണ്, നിന്റെ ആദ്യ സ്നേഹം ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് ഏത് കാലത്താണ് പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. AD 90കളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ AD 100കളിലേക്ക് വരുമ്പോൾ എഫേസ്യ സഭയോട്, എപ്പോഴാണ് എഫേസ്യ സഭ വിശ്വാസം സ്വീകരിച്ചത്? ഏകദേശം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം. നമുക്കൊരു ഏകദേശ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ AD 40 എന്ന് വെറുതെ ഒന്ന് ഒരു കാൽക്കുലേഷൻ എടുക്കാം. AD 40 എടുത്തു കഴിഞ്ഞാൽ AD 90കളിലേക്ക് വരുമ്പോൾ എത്ര വർഷമുണ്ട്? ഒരു 50 വർഷം. 50 വർഷമായപ്പോഴേ ദൈവം തൻ്റെ സഭയോട് പറയുകയാണ്, ആദ്യ സ്നേഹം നിങ്ങളിൽ നിന്നും മാറിപ്പോയി, ഇല്ലാതെയായി എന്ന് പറയേണ്ടി വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വിശ്വാസം എത്രത്തോളം അധപതിച്ചു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എത്രത്തോളം താഴ്ന്നു പോയിട്ടുണ്ടാകാം. ഇതെപ്പോഴും നമ്മുടെ എല്ലാം ഇടയിലുള്ളൊരു പ്രശ്നമാണ്, നമ്മുടെയൊക്കെ ഇടയിലുള്ളൊരു പ്രശ്നമാണ്. ഇനി അപ്പോസ്തലനായ പൗലോസ് തൻ്റെ സഭയെ എങ്ങനെയായിരുന്നു നടത്തിയത്? പൗലോസ് പറയുന്നുണ്ട്, നമുക്കറിയാം, നമ്മുടെ സാറുമാരും ടീച്ചർമാരും നമുക്ക് ആ ടീച്ചറിനോട് ബഹുമാനവും സ്നേഹവും ഭയവും ഒരുപോലെയുണ്ട്, അല്ലേ? എങ്ങനെയുള്ള സാറുമാരോടാ ബഹുമാനവും സ്നേഹവും ഭയമൊക്കെ ഉള്ളത്? നമ്മളെ അടിക്കുന്ന സാറുമാരോടാണ് സ്നേഹവും ബഹുമാനവും ഭയമൊക്കെ ഉള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടീച്ചേഴ്സിനോടാണോ അതെയോ 1ാം ക്ലാസ്സിലുള്ള 2ലും 3ലും ഒക്കെ ഉള്ള ടീച്ചർമാരോടാണോ നമുക്ക് കൂടുതൽ ഭയം ഉണ്ടായിരുന്നത്? ഒന്ന് പറഞ്ഞേ, അതൊന്ന് പറ. 1ലും 2ലൊക്കെ പഠിക്കുമ്പോഴാണ്. ആശാത്തിയുടെ അടുത്തൊക്കെ എഴുത്തിനിരുത്തിയവർക്കൊക്കെ അറിയാം, അവിടെ വെച്ച് കുറച്ചും കൂടി നമുക്ക് കുറച്ച് ഭയവും എല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് പോയി സംഭവമൊക്കെ തീർന്നു. അപ്പം എന്തുകൊണ്ടാണ് തുടക്കകാലത്തുള്ള സാറുമാരോട് നമുക്ക് ആ ഭയം ഉണ്ടായിരുന്നത്? കയ്യിൽ എന്തുണ്ട്? ഒരു വടിയുണ്ട്, അല്ലേ? പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ നിങ്ങളുടെ അടുത്തോട്ട് വരണം? വടിയായിട്ട് വരണോ അതെയോ സ്നേഹത്തോടുകൂടെ വരണമോ? അല്ലേ? വായിച്ചിട്ടില്ലേ ലേഖനത്തിൽ? അങ്ങനെ ഒരു വചനം വായിച്ചിട്ടുണ്ടോ? ഞാൻ എങ്ങനെ നിങ്ങളുടെ അടുത്തോട്ട് വരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ വടിയായിട്ട് വരണോ? കർത്താവ് എങ്ങനെയാണ് നമ്മുടെ അടുത്തോട്ട് വരണ്ടേ? അപ്പസ്തോലൻ നമ്മുടെ അടുത്തോട്ട് വരേണ്ടത് എങ്ങനെയാ? നമ്മളെ നയിക്കുന്ന അപ്പസ്തോലൻ നമ്മളോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമ്മളെ സ്നേഹിക്കുന്നത്, പരിപാലിക്കുന്നത് എന്നുള്ളത് പോലെ തന്നെയാണ് നമ്മുടെ വിശ്വാസവും പലപ്പോഴും മുന്നോട്ട് പോകുന്നത്. നമ്മുടെ അച്ഛന്മാർ അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാർ നമ്മളെങ്ങനെയാണ്? വടി കൊണ്ടാണോ നമ്മളെ സ്നേഹിക്കുന്നത്? ആണോ? വിശ്വാസപരമായ കാര്യത്തിൽ നമ്മളെ കൃത്യമായി വിമർശിക്കുകയും സ്നേഹിക്കുകയും
അതുപോലെ തന്നെ ശാസിക്കുകയും ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന്? അങ്ങനെ കൃത്യമായ രീതിയിൽ നമ്മളോട് തെറ്റിനെ തെറ്റാണെന്നും ശരിയെ ശരിയാണെന്നും പറയുന്നുണ്ടെങ്കിൽ ആ പള്ളിയിലെ നേർച്ചപ്പെട്ടി കാലിയായിരിക്കും. കാര്യമായ വലിയ നേർച്ചയൊന്നും ഉണ്ടാവത്തില്ല. നേർച്ചപ്പെട്ടി വീർക്കണമെങ്കിൽ സ്നേഹം മാത്രമായിരിക്കണം കൊടുക്കേണ്ടത്, മറ്റൊരു വിമർശനം കൊടുക്കരുത്. കൃത്യമായി ഒരു സഭ, ഒരു മിനിസ്ട്രി ആകട്ടെ, ഈ മിനിസ്ട്രി നമ്മളെ വഴി നടത്തുന്ന രീതി, അതായത് വടികൊണ്ടും എപ്പോഴും തെറ്റ് ചെയ്താൽ ഒരു കോംപ്രമൈസും ഇല്ല, കൃത്യമായ സസ്പെൻഷൻ. നമ്മുടെ പാട്ടുകാർ പിള്ളേരോട് ചോദിക്കാം, മക്കളെ നിങ്ങളോട് നമ്മുടെ ആത്മീയ ഗുരു എങ്ങനെയാണ് പെരുമാറാറ്? ഏത് രീതിയിലാണ് പെരുമാറാറ്? സ്നേഹമുണ്ടോ? ഉണ്ട്. പണിഷ്മെന്റ് കിട്ടാത്ത ആരെങ്കിലും ഇല്ലാത്തുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താമോ? ഈ കൊയർ ഗ്രൂപ്പിൽ ഇതുവരെ എനിക്ക് പണിഷ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടെ കോംപ്രമൈസ് ഒന്നുമില്ല, മുഖം നോട്ടം ഇല്ല. അയ്യോ അത് ഇന്ന ആളുടെ മോളാണല്ലോ, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയാണല്ലോ, അവളൊരു തെറ്റ് ചെയ്തു, ഓക്കെ കുഴപ്പമില്ല, സഹിച്ചേക്കാം, സ്നേഹിച്ചേക്കാം, ഈ രീതിയൊന്നുമില്ല. കൊയർ ഗ്രൂപ്പിലാണെങ്കിലും ആത്മീയ തലത്തിൽ നിൽക്കുന്ന പ്രേക്ഷിതരാണെങ്കിലും ഏത് ലെവലിലാണെങ്കിലും ഈ മിനിസ്ട്രിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തെറ്റിനെ തെറ്റാണ് എന്ന് തന്നെ ചൂണ്ടിക്കാണിച്ച് അതിന് കൊടുക്കേണ്ട പണിഷ്മെന്റ് കൃത്യമായി കൊടുക്കും. അതാരോടും മുഖനോട്ടമില്ല. ഇത് ദൈവസഭയുടെ സ്വഭാവമാണ്. കാരണം എന്താ? ആ വ്യക്തിയിൽ നിന്നും കിട്ടുന്ന സംഭാവനയല്ല നമ്മുടെ ലക്ഷ്യം, പകരം ആ വ്യക്തിയുടെ ആത്മാവ് ദൈവസന്നിധിയിൽ എത്തണം എന്നുള്ളതാണ് ഈ മിനിസ്ട്രിയുടെ ലക്ഷ്യം. ഇതല്ലാതെ മറ്റൊരു ലക്ഷ്യമില്ല. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യമില്ല. വടിയെടുത്ത് കൊണ്ടുവരുന്ന ആർക്കെങ്കിലും ഇഷ്ടമാണോ? അത് അപ്പസ്തോലനായാലും സാറായാലും അപ്പനായാലും അമ്മയായാലും വടിയും കൊണ്ട് വരുന്നത് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇങ്ങനെ വടി കൊണ്ട് വന്നാലൊരു പ്രശ്നമുണ്ട്. നമ്മുടെ പുരോഹിതരാകട്ടെ, നമ്മുടെ നേതാക്കന്മാരാകട്ടെ, ആര് വടി കൊണ്ട് വന്നാലും നമുക്കതത്ര ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കും, ചില രീതിയിൽ ചോദ്യം ചോദിക്കും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അപ്പസ്തോലന്മാരുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. 2 കൊരിന്തോസ് അതിൻ്റെ 13-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിച്ച് ഈ ഒരു വചനചിന്ത നമ്മൾ എടുക്കുകയാണ്. ഇതിന് ഒരു പ്രത്യേകമായിട്ടൊരു കാര്യമുണ്ട്. നമ്മളിൽ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടതിൻ്റെ കാരണം ഇതിൽ വ്യക്തമായിട്ട് കിടക്കുന്നുണ്ട്. ഇതുകൂടെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. വായിക്കാം. 3-ാം പ്രാവശ്യമാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത്. 2-3 സാക്ഷികളുടെ മൊഴിയിന്മേൽ ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പസ്തോലൻ ഒരു കാര്യം താഴെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. താഴോട്ട് വരുമ്പോൾ ചില വ്യക്തമായ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ പറയുന്നതിന് മുൻപ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്, പ്രത്യേകിച്ച് ഒരു ഇൻട്രോ. ഞാനിപ്പോൾ ഈ വിഷയം പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് ഞാൻ 1-2 വിഷയങ്ങൾ ഒരു ഇൻട്രോ ഇട്ടു. എന്താണ്? വടിയെടുത്തു, സ്കൂളെടുത്തു, ആതുർവാന സ്വീകരണം എടുത്തു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വരിക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിലും കൂടെ നിങ്ങളൊന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ ഇനി പറയുന്ന വചനം, ദൈവവചനം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനും ചിന്തിക്കാനും ഇടയാകും. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിത സാഹചര്യം ഒന്ന് ആദ്യമായിട്ട് ഞാൻ എടുത്തു വെച്ചത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പസ്തോലൻ ഇവിടെ ദൈവസഭയുടെ സ്വഭാവം പറയാൻ ഉദ്ദേശിക്കുകയാണ്. ദൈവസഭയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം എന്താണ് എന്ന് പറയുന്നതിന് മുൻപ് ആദ്യം അപ്പസ്തോലൻ ദൈവസഭയുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത പറഞ്ഞു വെക്കുക. എന്താണ് ദൈവസഭയുടെ പ്രത്യേകത? അതാണ് നമ്മൾ വായിച്ചത്. വായിക്കാം. 3-ാം പ്രാവശ്യമാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത്. 2-3 സാക്ഷികളുടെ മൊഴിയിന്മേൽ ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. ദൈവസഭയ്ക്ക് ഒറ്റ സ്വഭാവമേ ഉള്ളൂ. ഒരു കാര്യം സ്ഥിരീകരിക്കണമെങ്കിൽ ദൈവസഭയ്ക്ക് ഒരു നിയമമുണ്ട്, ഒരു നിർബന്ധമുണ്ട്. എന്താണ് നിയമം? 2-3 സാക്ഷികൾ ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കണം. ഇതിന് യാതൊരു കോംപ്രമൈസും ഇല്ല. 2-3 സാക്ഷികൾ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കണം. ആ സാക്ഷികൾ മേലാണ് ഈ കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നത്. നമ്മൾ ദൈവസഭയുടെ എല്ലാ വിഷയങ്ങളും എടുത്തു നോക്കിക്കോ, ഈ ഒരു നിയമം കൃത്യമായി പാലിച്ചിട്ടുണ്ട്, യാതൊരു കോംപ്രമൈസും ഇല്ലാതെ. അപ്പസ്തോലന്മാർ എത്ര പേരാണ്? യേശുവിൻ്റെ അപ്പസ്തോലന്മാർ എത്ര പേരാ? 12 പേരാണ്. ഈ 12 പേരെയും യേശു എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ടുണ്ടോ? എല്ലാ കാര്യത്തിലും ഈ 12 പേരെയും കൊണ്ടാണോ പോയത്? അല്ല. ഒരു 3 പേരുടെ ഒരു പ്രത്യേക സംഘത്തെ കാണാൻ പറ്റും. ആരൊക്കെയാണ്? യാക്കോബ്, യോഹന്നാൻ, പത്രോസ്. ഈ 3 പേരെ ചില കാര്യങ്ങളിൽ കൃത്യമായി കൊണ്ടുപോയി. എന്നാൽ ഇനിയിപ്പോൾ ഈ തവണ യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും കൊണ്ടുപോകാം, മറ്റുള്ളവർക്ക് വിഷമം വേണ്ട. അടുത്ത തവണ വേറെ 3 പേരെ കൊണ്ടുപോകും. അങ്ങനെ കർത്താവ് ചെയ്തോ? ഇല്ല. ഈ 3 പേരെ കൊണ്ടുപോകുന്ന സ്ഥലത്ത് എപ്പോഴും ഈ 3 പേര് തന്നെയാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരു പാർഷ്വാലിറ്റി അവരോട് 3 പേരോടും യേശു കാണിക്കുന്നുണ്ട്. അതായത് ആ ബാലികയെ ഉയർപ്പിക്കാൻ പോയപ്പോഴും ഈ 3 പേരുണ്ടായിരുന്നു. താബോർ മലയിൽ ചെല്ലുമ്പോഴും ഈ 3 പേരുണ്ടായിരുന്നു. ഇങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ വരുമ്പോൾ എല്ലാം ഈ 3 പേര്
കൃത്യമായിട്ടുണ്ട്. ഇനി ഗെത്സമനിൽ പ്രാർത്ഥിക്കുമ്പോഴും ഇവർ 3 പേര് അടുത്താ നിൽക്കുന്നത്. കാരണം രക്തം വാർക്കുന്നത് കാണുന്നതിലും അവരുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില ആത്മീയ രഹസ്യങ്ങൾ പറയുന്ന സമയത്ത് വളരെ കൃത്യമായി ഈ 3 പേരെ മാറ്റി നിർത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ദൈവം ഈ പ്രവൃത്തി ചെയ്തത്? കൃത്യമായിട്ട് വചനം പറയുകയാണ്, സാക്ഷികൾ ഉണ്ടാകണം. അതെത്ര പേരാണ്? 2 3 സാക്ഷികൾ. സുവിശേഷം എത്ര സുവിശേഷം ഉണ്ട് നമുക്ക്? 4 സുവിശേഷം അല്ലേ? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. നിങ്ങൾ മത്തായും മർക്കോസും വെറുതെ ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു വിഷയമുണ്ട്. മത്തായി എഴുതിയ മിക്ക വിഷയങ്ങളും മർക്കോസ് എഴുതിയിട്ടുണ്ട്. ആദ്യ സുവിശേഷം മർക്കോസ് സുവിശേഷമാണ്. മർക്കോസ് എഴുതിയ എല്ലാ വിഷയങ്ങളും തന്നെ മത്തായി എഴുതിയിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട വിഷയങ്ങൾ, ചില വേരിയേഷൻസ് കാണാം. അതായത് ഒരു സാക്ഷി വിവരണത്തിൻ്റെ വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങളൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ മിക്ക കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. ലൂക്കായും ഈ അത്ഭുതങ്ങൾ ഏകദേശം എല്ലാം എഴുതിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏകദേശം ഒരെണ്ണം പോരെ? ലൂക്ക മിക്ക കേസുകളും എഴുതിയിട്ടുണ്ട്. ലൂക്ക മാത്രം പോരായിരുന്നു നമുക്ക്. എന്തിനാണ് മത്തായും മർക്കോസും കൂടി നമ്മൾ ഈ പറയുന്ന കാനോണിക് പുസ്തകത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്? എന്നാൽ യോഹന്നാന്റെ സുവിശേഷം തികച്ചും വ്യത്യസ്തമാണ്. ഈ പറഞ്ഞ വിഷയങ്ങളൊന്നുമല്ല യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത്. അത്ഭുതങ്ങൾ പോലും ഇവർ 3 പേര് എഴുതിയിരിക്കുന്ന അത്ഭുതങ്ങളിൽ 7 അത്ഭുതം മാത്രമാണ് കോമൺ ആയിട്ട് എടുത്തിട്ടുള്ളൂ. അതാകട്ടെ ആ സുവിശേഷത്തിൻ്റെ ഈടിനും ഉറപ്പിനും പ്രബോധനത്തിനും വേണ്ടി എഴുതിയിരിക്കുന്ന അത്ഭുതങ്ങൾ മാത്രമാണ് യോഹന്നാൻ എഴുതിയിട്ടുള്ളൂ. അത് തന്നെ അങ്ങനെ എഴുതി പോയിരിക്കുന്നത് നമ്മൾ നോക്കുക. പക്ഷെ മത്തായും മർക്കോസും ലൂക്കോസും കോമൺ ആയിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം പോരാ. 3 സാക്ഷികൾ, 2 3 സാക്ഷികൾ ഉണ്ടാകണം. ഇത് ദൈവസഭയുടെ കൃത്യമായ നിയമമാണ്. നിയമാവർത്തന പുസ്തകം 19:15. തെറ്റിന്റെയോ കുറ്റത്തിന്റെയോ സത്യാവസ്ഥ തീരുമാനിക്കാൻ ഒരു സാക്ഷി പോരാ, 2 3 സാക്ഷികളുടെ മൊഴികൾ വേണം. ഒറ്റ സാക്ഷിയെ വെച്ചിട്ടല്ല ആ തീരുമാനം എടുക്കുന്നത്, 2 3 സാക്ഷി എടുക്കുക. മത്തായി സുവിശേഷം 18-ാം അധ്യായം 16-ാം വാക്യം വായിക്കാം. ഞാൻ ഈ പറയുന്ന വിഷയത്തിന് ഒരു 1-2 വചനങ്ങൾ നമ്മളൊന്ന് വായിച്ചു പോവുക. അവൻ നിന്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ 2 3 സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. നീ പറയുന്ന കാര്യത്തിന് സ്ഥിരീകരണത്തിന് 2 3 സാക്ഷികളെ കൊണ്ടുവരണം എന്ന് പറയാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങൾ. 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അതായത് യേശു താൻ ദൈവമാണെന്നുള്ള സാക്ഷ്യം പോലും ആ നിയമത്തിന്റെ കൃത്യമായ പാലനമാണ്. എന്നിട്ട് പറയുകയാണ്, 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. യഹൂദരോടാണ് ഈ വാദം പറയുന്നത്. യേശു തൻ്റെ വിശ്വാസം, തൻ്റെ പ്രബോധനത്തിന് തെളിവായിട്ട് എടുത്തു വെച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തിൽ, നിങ്ങളുടെ നിയമത്തിൽ, നിങ്ങളുടെ നിയമാവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം എന്താണ്? നമ്മൾ നിയമാവർത്തനം ആദ്യം വായിച്ചു അല്ലേ? 19:16 വായിച്ചു. 2 3 സാക്ഷികൾ ഉണ്ടായിരിക്കണം. നിയമാവർത്തന പുസ്തകം മാത്രമല്ല, ലേവ്യ പുസ്തകത്തിലും ഒത്തിരി, പഴയ നിയമത്തിലും ഒരുപാട് വാക്യങ്ങളുണ്ട് 2 അതിലധികമോ സാക്ഷി ഉണ്ടായിരിക്കണം എന്നുള്ള കൽപ്പന. എന്നിട്ട് യേശു പറയുക, 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. എന്നിട്ട് പറയുകയാണ്, എന്നെക്കുറിച്ച് ഞാൻ സാക്ഷ്യം നൽകുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. പിതാവ് എപ്പോഴാണ് സാക്ഷ്യം നൽകിയേ? നദിയിൽ വെച്ച് സാക്ഷ്യം നൽകി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു അത്ഭുതങ്ങൾ ചെയ്തപ്പോഴെല്ലാം യേശു പിതാവിൽ നിന്നാണ് ആ അത്ഭുതം ചെയ്യുന്നത്. കാരണം നമ്മളത് കാണുന്നുണ്ട്, പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ അത്ഭുതങ്ങളിലെല്ലാം 2 സാക്ഷ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും യേശു വ്യക്തമായിട്ട് പറയുകയാണ്, 2 സാക്ഷി, 2 3 സാക്ഷി. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു കാര്യം നിർബന്ധമാണ്, യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ ആത്മീയ വിശ്വാസപരമായ കാര്യത്തിൽ നമുക്ക് എത്ര സാക്ഷികളുണ്ട്? ഇപ്പോൾ എത്ര സാക്ഷികളുണ്ട്? ഇന്ന് അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മളായിരിക്കുന്നത്, ആണോ അല്ലേ? നമ്മളൊന്ന് ചുറ്റുപാടൊന്ന് നോക്കിയാൽ മതി, ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ഈ അന്ധവിശ്വാസങ്ങളിൽ എവിടെയെങ്കിലും ഈ പറയുന്ന ദൈവിക സാക്ഷികളുണ്ടോ? ഞാനൊരു ഉദാഹരണം പറയുകയാണ്, ആരെയും കുത്തി പറയുന്നതല്ല, ഒരൊറ്റ ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ ഒരച്ഛൻ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ മാതാവുമായി ഉടമ്പടി വെക്കുക, മാതാവുമായി ഉടമ്പടി വെക്കുക. അപ്പം അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛൻ അത് ആരാ പറഞ്ഞത് മാതാവുമായിട്ട് ഉടമ്പടി വയ്ക്കാൻ? അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് എന്നോട് വന്ന് പറഞ്ഞു ഉടമ്പടി വയ്ക്കാൻ. അപ്പം നമ്മൾ ചോദിക്കണ്ടേ, ഇതിന് വേറൊരു സാക്ഷിയുണ്ടോ? സാക്ഷിയുണ്ടോ എന്ന് ചോദിച്ചാൽ അച്ഛൻ പറയും, അല്ല അതില്ല, അത് ഞാൻ മാത്രമേ സാക്ഷിയുള്ളൂ, ഞാൻ കണ്ടിട്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ആരും കണ്ടിട്ടില്ല. അപ്പം ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്കിൽ നമ്മളത് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ?
വിശ്വാസപരമായ കാര്യത്തിൽ വ്യക്തമായി വചനം പറയുന്നു, 2 അതിലധികമോ സാക്ഷ്യം വേണം. ഇനി പേഴ്സണൽ റെവലേഷൻ ആണ്, സ്വന്തം വെളിപ്പാടാണ്. ഓക്കെ, മനസ്സിലാക്കാം. ഈ സ്വന്തം വെളിപ്പാടാണെങ്കിൽ അതിന് അപ്പസ്തോലിക പാരമ്പര്യം വേണം. ദൈവവചനത്തിൽ കൃത്യമായി തെളിവുകൾ വേണം. യേശു തനിക്ക് ലഭിച്ച അനുഗ്രഹം അല്ലെങ്കിൽ താൻ തന്നെ ദൈവമാണെന്നുള്ള ബോധ്യം ജനത്തിന് കൊടുക്കുമ്പോൾ നിയമാവർത്തന പുസ്തകത്തിൽ നിന്നും എടുത്ത് ഉദ്ധരിച്ച് പഴയ നിയമത്തിന്റെ ഉദ്ധരണി എടുത്തു വെച്ചുകൊണ്ടാണ് യേശു എന്ന് പറയുന്നത്, ഇത് ശരിയാണ്, ഞാൻ പറയുന്നത് 2 അതിലധികമോ സാക്ഷ്യം വേണം എന്ന് പറഞ്ഞ് യേശുവിന് പോലും ആ ബാധ്യത കിടക്കുക അല്ലേ? യേശു തൻ്റെ പ്രബോധനം, ഞാൻ ദൈവമാണ്, അതുകൊണ്ട് നീ വേറെ ആരുടെയും കാര്യമൊന്നും നോക്കണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, അങ്ങനെയാണ് യേശു പറഞ്ഞേ? ആണോ? നിങ്ങൾ പരിശോധിച്ച് നോക്കുക. യേശു അങ്ങനെയല്ല വന്ന് പറഞ്ഞത്. യേശു ദൈവമായിട്ടും ഈ മനുഷ്യനായി ഭൂമിയിൽ നിൽക്കുമ്പോൾ പഴയ നിയമത്തിന്റെ അതേ നിയമ രീതി വെച്ചുകൊണ്ട് തന്നെയാണ് തൻ്റെ പ്രബോധനം പോലും ശരിയെന്ന് വാദിച്ചത്. അപ്പൊ അച്ഛനോട് ചോദിക്കുക, അച്ഛാ ഈ ഉടമ്പടി വയ്ക്കാനായിട്ട് പഴയ നിയമത്തില്, കാരണം പുതിയ നിയമത്തിൽ ഉടമ്പടി അവസാനിച്ചു, ക്രിസ്തുവുമായിട്ട് ഏക ഉടമ്പടി ക്രിസ്ത്യാനി ചെയ്തിരിക്കുക. ക്രിസ്ത്യാനി വിശുദ്ധ കുർബാനയാകുന്ന ഏക ഉടമ്പടിയില്ല. ഇനി വേറെ ഉടമ്പടി ഉണ്ടോ? ഒരു ഉടമ്പടിയില്ല. നിന്റെ വിശ്വാസത്തിനോ നിന്റെ വിശുദ്ധീകരണത്തിനോ രക്ഷയ്ക്കോ അനുഗ്രഹത്തിനോ യാതൊരുവിധ ഉടമ്പടി ഇല്ല. ഉടമ്പടി കഴിഞ്ഞു. ഞാനൊരൊറ്റ ഉദാഹരണത്തിന്, നമ്മുടെ വിഷയം അതല്ല, നിങ്ങൾ ആരും കൃപാസനത്തിന്റെ പിന്നാലെ പോകണ്ട, ഞാൻ അതേ അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു ഉദാഹരണം, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇന്ന് കാണുന്ന വിശ്വാസത്തിന്റെ 99% കാര്യത്തിലും നമുക്ക് ഈ പ്രശ്നമുണ്ട്. ആര് ചോദിച്ചു അല്ലെങ്കിൽ ആര് പറഞ്ഞു, ആരാണ് ഇതിന്റെ സാക്ഷി എന്ന് ചോദിച്ചാൽ ഞാനേ കണ്ടിട്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതാണ് എപ്പോഴും പറയുന്നൊരു കാര്യം. അതായത് മിക്ക ആരാധന രീതികൾ, ആചാര അനുഷ്ഠാനങ്ങൾക്കും 2 3 സാക്ഷി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പഴയ നിയമത്തിൽ അതിന് തെളിവുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. പുതിയ നിയമത്തിൽ അപ്പസ്തോലിക പാരമ്പര്യത്തിൽ അതിന് അടിസ്ഥാനം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. ഇങ്ങനെ അടിസ്ഥാനമില്ലാത്ത ഒരുപാട് വിശ്വാസങ്ങളാണ്. അമ്പ് എഴുന്നള്ളിച്ചുകൊണ്ട് കിടക്കുക, അമ്പ് എഴുന്നള്ളിച്ചുകൊണ്ട് കിടക്കുക. ഇതിന് വലിയ വിശ്വാസ പാരമ്പര്യം ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? അപ്പസ്തോലിക പാരമ്പര്യം ഉണ്ടോ? ഇതാരാ കണ്ടേ? ഇതാരാ പറഞ്ഞ്? ആരോട് പറഞ്ഞു? അറിയില്ല. നമ്മളൊരു തമാശ പോലെ, ഒരു കഥ പോലെ ഇങ്ങനെ കൊണ്ടു കിടക്കുക. നമുക്കറിയില്ല ഇതിൻ്റെ പാരമ്പര്യം എന്താണ്, ഇതിൻ്റെ രീതി എന്താണ്. കർത്താവ് പറയുകയാണ്, ഒരു കോംപ്രമൈസും ഇല്ല, ഇതിന് കൃത്യമായി 2 3 സാക്ഷികൾ ഉണ്ടായിരിക്കണം. യേശുവിനെ ക്രൂശിച്ചപ്പോൾ സാക്ഷി ഉണ്ടായിരുന്നോ? യേശുവിനെ ക്രൂശിക്കുന്നതിന് മുൻപ് എത്ര സാക്ഷി പറഞ്ഞു? മത്തായി സുവിശേഷം 26-ാം അധ്യായം 60 മുതൽ 61 വരെ വാക്യങ്ങൾ, 2 വാക്യം. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. അവസാനം 2 പേർ മുന്നോട്ട് വന്ന് ഇപ്രകാരം പറഞ്ഞു, ഈ ദേവാലയം നശിപ്പിക്കുവാനും 3 ദിവസം കൊണ്ട് നിർമ്മിക്കുവാനും എനിക്ക് സാധിക്കുമെന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ട്. അതായത് യേശുവിനെതിരെ കള്ളസാക്ഷി പറയുമ്പോൾ പോലും 2 അതിലധികമോ സാക്ഷികളാണ് വെച്ചിരിക്കുന്നത്. 2 സാക്ഷികൾ യേശുവിനെതിരെ കള്ളസാക്ഷി പറയാൻ പോലും ഉണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ യേശുവിനെ ക്രൂശിക്കുന്ന കാര്യത്തിൽ പോലും ഈ നിയമം കൃത്യമായി പാലിച്ചു. ഹെബ്രായ ലേഖനം അതിന്റെ 10-ാം അധ്യായം 28 29 വാക്യം. ഹെബ്രായ ലേഖനം 10-ന്റെ 28 29 വാക്യം വായിക്കാം. മോശയുടെ നിയമം ലംഘിക്കുന്ന മനുഷ്യൻ കരുണ ലഭിക്കാതെ 2 3 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മരിക്കുന്നു. മോശയുടെ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. മോശയുടെ നിയമം ലംഘിക്കുന്ന ഒരു വ്യക്തി ആ ലംഘിച്ചു എന്നുള്ളതിന് 2 3 സാക്ഷ്യമില്ലാതെ ശിക്ഷിക്കപ്പെടത്തില്ല. 2 അതിലധികമോ സാക്ഷികൾ വെച്ചിട്ടാണ് മോശയുടെ നിയമം ലംഘിക്കുന്നവന് ശിക്ഷ വിധിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അടുത്ത കാര്യം പറയുകയാണ്, ദൈവപുത്രനെ പുച്ഛിച്ച് തള്ളുകയും ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ, നമ്മെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തം, അത് ഏത് രക്തമാണ്? യേശുവിന്റെ വിശുദ്ധ കുർബാനയാകുന്ന ആ രക്തം, നമ്മെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തം. ഓക്കെ, ആ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും. അതായത് പുതിയ ഉടമ്പടിയെ തള്ളി വേറൊരു ഉടമ്പടി വെച്ച് കഴിഞ്ഞാൽ അത് എന്തിനാ തള്ളുന്നത്? യേശുവിന്റെ ക്രൂശിൽ നമ്മളോട് ചെയ്ത ആ രക്തത്തിന്റെ, ഇതെന്റെ രക്തമാകുന്നു, ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ യേശു നമ്മളോട് ചെയ്ത ആ ഉടമ്പടിയെ നമ്മൾ തള്ളുകയാണ്. വേറൊരു ഉടമ്പടി ഞാൻ പോയി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുകയാണ്? ഞാൻ ക്രിസ്തുവിന്റെ ഉടമ്പടിയെ ഞാൻ തള്ളി. അങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ 2 3 സാക്ഷി വെച്ചിട്ട് മോശയുടെ നിയമത്തിൽ നീ ശിക്ഷിക്കപ്പെടും. എന്നാൽ ക്രിസ്തുവിന്റെ ഉടമ്പടിയെ തള്ളുന്നവന്റെ ശിക്ഷ എത്ര കഠോരമായിരിക്കുന്നുവെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇതാണ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് നിങ്ങളോട് ഉടമ്പടി ചെയ്തിട്ട് അതിനെ തള്ളിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ തീർച്ചയായിട്ടും കഠോരമായിരിക്കും. ക്രിസ്തീയ വിശ്വാസം ഒരിക്കലും ഒരു സിമ്പിളാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഒരു നോർമലാണ്, കളിചിരിയാണ്, തമാശയാണ്. ഇതൊരു
ഒരു വലിയ സീരിയസ് ഒന്നുമല്ല നമ്മൾ വിചാരിക്കരുത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം.